നമ്മുടെ പുകയില്ലാത്ത അടുപ്പിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആഴ്ചയിലത്തെ വീഡിയോയിൽ ഞാൻ പുകയില്ലാത്ത അടുപ്പ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, തീരെ പുക വരാത്ത രീതിയിൽ. അപ്പോൾ ചില കമൻസൊക്കെ വന്നു, ഇന്നും ന്യൂസ് പേപ്പർ കത്തിക്കണോ അങ്ങനെയൊക്കെ. അപ്പോൾ അതിനൊരു മാറ്റം കൂടി വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇന്ന് ന്യൂസ് പേപ്പർ തന്നെ കത്തിക്കണം എന്നില്ല, നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി അടുപ്പ് ക്ലീൻ ചെയ്യണ വിധം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരെ പുക നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരില്ല. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് പോലെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇപ്പോൾ ഈ കിച്ചൺ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു 3 അടുപ്പുണ്ട്, അതായത് 2 അടുപ്പാണ്. നമുക്ക് 2 അടുപ്പും കൂടി കത്തിക്കുമ്പോൾ ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അത് തിളച്ചോളും. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഗ്യാസ് സ്റ്റവ് പോലെ തന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. സ്ഥിരമായിട്ട് അടുപ്പ് ഉപയോഗിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഗ്യാസ് അടുപ്പും വെച്ചിട്ടുണ്ട്. ഇത് 3 ബർണറാണ്. അപ്പോൾ നമുക്ക് നല്ല യൂസാണ്. പിന്നെ അതുപോലെ തന്നെ ആ സൈഡിലായിട്ട് പുകയില്ലാത്ത അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു 6 അടുപ്പ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മുടെ അടുപ്പ്. അപ്പോൾ നമ്മളിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 അടുപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചൂട് കൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തിളച്ചോളും. വെള്ളം എന്ത് വെച്ചാലും ചൂടായി നിന്നോളും. അതുപോലെ തന്നെ ഇതിവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ അടുപ്പൊക്കെ കത്തിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് വെക്കണം. ഇതാണ് കത്തിക്കണമെന്ന് വെച്ചാൽ ഇവിടെ വേണം വെക്കാനായിട്ട്. 2 അടുപ്പും കത്തിക്കാന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ആവശ്യമില്ല, നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ 2 അടുപ്പും കത്തിക്കുമ്പോൾ പുക തടയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 2ഉം കത്തിച്ചിട്ട് പുക നമ്മുടെ പുകയിലൂടെ പുറത്തേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ തന്നെ വെള്ള പോലത്തെ ടൈൽസാണ് ഒട്ടിച്ചുള്ളത്. അതുപോലെ തന്നെ പെയിൻറ്റും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റ് കളറിലുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്യണത്, എന്നിട്ട് വരെ തീരെ പുകയൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇനി എങ്ങനെയാണത് നമ്മൾ ന്യൂസ് പേപ്പർ അല്ലാണ്ട്, ന്യൂസ് പേപ്പറായിട്ടും ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ അല്ലാണ്ട് ഏത് വിധമൊക്കെയാണ് നമ്മളത് കത്തിക്കാമെന്ന് നോക്കാം. ചൂട്ട് പന്തെന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു വടിയുടെ തുമ്പത്ത് ചെറിയൊരു തുണി കെട്ടിയതിങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ന്യൂസ് പേപ്പർ കത്തിക്കേണ്ട ഇത് തന്നെ മതി. അപ്പോൾ നമ്മുടെ കയ്യുമ്മലും തീരെ കരിയാവില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മണ്ണെണ്ണ മുക്കി ഇത് നമുക്ക് കത്തിക്കാം. ചെറുതായിട്ടൊന്ന് മണ്ണെണ്ണ ഒന്ന് വയ്ക്കാൻ മതി. എന്നിട്ട് ഇത് കത്തിച്ചാൽ നമുക്ക് സുഖമായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ മണ്ണെണ്ണ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് നമ്മൾ നേരത്തെ പുകക്കൊള്ളിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് കത്തിച്ചത്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കലം മാറ്റി വെച്ച് ഈ ഹോളിൻ്റെ അവിടെ ഇത് കത്തിച്ചിട്ട് ഇത് ഇതുപോലെ പിടിച്ചാലും എയർ പാസിങ് ഓക്കെ ആവും. നമുക്ക് പുറത്ത് കടക്കേണ്ട ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ കത്തിച്ചാലും മതി. ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ സൈഡിലാണ്, മതിലിനോട് ചേർന്നിട്ടാണ് നമ്മുടെ കിച്ചൺ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് പുകക്കുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സൈഡിലാണ് വെച്ചുള്ളത്. ഏറ്റവും ബെസ്റ്റ് ഡയറക്റ്റായിട്ട് ബാക്കിൽ വെക്കേണ്ടതാണ്. സ്ഥലമില്ലാത്തവർക്ക് പിന്നെ എങ്ങനെ പറ്റുള്ളൂ. എന്നിട്ട് വരെ നമുക്ക് തീരെ പുകശല്യം ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാവില്ല, അതൊന്ന് എടുത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം. ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കരികൾ കിട്ടും. ഇതുപോലെ ഒന്ന് ഇങ്ങനെ എടുത്താൽ മതി. ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അത് മാസത്തിലൊരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്യണം. പുകക്കുഴൽ നമ്മൾ 3 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യണം. 6 മാസമായാലും കുഴപ്പമില്ല. സ്ഥിരം കത്തിക്കുന്നുണ്ടെങ്കിൽ 3 മാസമാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു സഞ്ചി എടുത്ത് കുറച്ച് മണൽ നിറച്ച് പുകക്കുഴിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ എല്ലാ വെണ്ണീറും ഭാഗത്ത് അടിഞ്ഞോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ കോരി എടുത്ത പോലെ എടുത്താൽ മതി. നമ്മുടെ പുകക്കുഴലിലെ എല്ലാ ആഷസും ഇതിലൂടെ വന്ന് നല്ല ക്ലിയർ ആയിക്കോളും. ഇവിടെയാണ് ഇതുപോലെ പേപ്പർ കത്തിച്ച് ഇതുപോലെ വെക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ചൂട്ട് കത്തിച്ച് വെച്ചാലും മതി, ഓക്കെ ആയിട്ട് നടന്നു. എന്നിട്ട് ഇതുപോലെ വെക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ക്ലോസ് ചെയ്യുന്നുണ്ട്. തീരെ ഉള്ളിലേക്ക് എയർ കിടക്കരുത്. അപ്പോൾ പേപ്പർ കത്തുമ്പോൾ ചൂടടിക്കുമ്പോൾ ഇതിലത്തെ തണുത്ത വായുക്ക് പുറത്ത് പോയി പുകക്കുഴൽ നല്ല ക്ലീൻ ആവും. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ പുകക്കുഴലിലത്തെ ആഷസൊക്കെ പുറത്തേക്ക് പോകുന്നതും കാണാം നമുക്ക്. അങ്ങനെ ക്ലിയർ ആയതിന് ശേഷം നമ്മുടെ അടുപ്പ് കത്തിച്ച് തുടങ്ങാൻ പാടുള്ളൂ. അല്ലാണ്ട് കത്തിക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ പുക നിറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇതുപോലെ ഒരു ചൂട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. ഇതുപോലെ ഇങ്ങനെ കത്തിച്ച് വെച്ചാലും മതി. നമ്മുടെ എയർ ഇതുപോലെ തന്നെ ഓക്കെ ആയിക്കോളും. പേപ്പർ കത്തിക്കണേക്കാൾ ഇതുപോയാലും മതി. അപ്പം നമ്മൾ ഈ ചൂട്ട് പുറത്ത് കത്തിച്ചില്ലെങ്കിൽ ഇത് ഇവിടെ കത്തിച്ചാലും നമ്മൾക്കിത് ഇതുപോലെ കാണിച്ചാലും നമ്മുടെ എയർ പാസിങ് ഓക്കെ ആയി നമുക്ക് അടുപ്പ് കത്തിക്കാൻ തുടങ്ങാം. പുറത്തുനിന്ന് തന്നെ കത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കത്തിച്ചാലും മതി, കാര്യം നടക്കും. പിന്നെ നമുക്ക് ഇതുപോലെ ഈ ചൂട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ കത്തിക്കുന്നത് ഒഴിവാക്കാം. ഒരു കമൻറ്റ് പറഞ്ഞു ന്യൂസ് പേപ്പർ തന്നെ എന്നും വേണമെന്ന്. അപ്പോൾ ഇതുപോലെ വെച്ചാലും നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാം. കണ്ട
ന്യൂസ് പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ കത്തിച്ചാൽ മതി. വലിയ കലമൊക്കെ ആണെച്ചാൽ നമുക്ക് ഇവിടെ വെക്കാം, ചെറിയ ഐറ്റംസ് ഇവിടെ വെക്കാം. ഇതുപോലെ നമുക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് വളരെ യൂസായിട്ട് നമുക്ക് തോന്നും. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അടുപ്പുണ്ടെങ്കിൽ നല്ലൊരു ഉപയോഗം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ സ്ഥിരമായിട്ട് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, 15 കൊല്ലത്തിൻ്റെ മേലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വളരെ കംഫർട്ടായിട്ടാണ് തോന്നിയുള്ളത്. പിന്നെ അതുപോലെ തന്നെ മൺചട്ടിയൊക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഇങ്ങനത്തെ അടുപ്പിൽ സെറ്റ് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ട് പിന്നെ അത് യൂസ് ചെയ്യണില്ല, വെറുതെ ഉപയോഗമില്ലാണ്ടിരിക്കണം. ഈ രീതിയിൽ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് നല്ല ഉപയോഗത്തേക്ക് വരണ ഒരു അടുപ്പാണത്. ഈ അടുപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് മുന്നേ വെണ്ണീർ വാരി വെക്കണം. നമ്മുടെ അടുപ്പിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടാവും, അപ്പം നല്ലോണം എയർ പാസിങ് നടക്കും. പിന്നെ അതുപോലെ തന്നെ വിറക് കുത്തി നിറച്ച് വെക്കരുത്, ലൂസായിട്ട് വെക്കണം, അതായത് തീ കത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പ് നല്ല സിമ്പിളായിട്ട് കത്തും, തീരെ പുക അകത്തേക്ക് വരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എയർ പാസിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുത്തി നിറയ്ക്കരുതെന്ന് പറയണത്. അതുപോലെ നമ്മൾ കത്തിക്കുമ്പോൾ കത്തണ ഐറ്റംസ് വെക്കണം, അതായത് ഇങ്ങനെ കെട്ടുപോകരുത്. നമ്മൾ കെട്ടിട്ട് പുകഞ്ഞ് കത്തട്ടെ അങ്ങനെ പാടില്ല, നമ്മൾ കത്തിച്ചു കൊണ്ടിരിക്കണം. അപ്പം പിന്നെ അതിങ്ങനെ കത്തിയോളും. പിന്നെ കണലുമ്മയൊക്കെ വേകുമ്പോൾ നമുക്കറിയാം, ചിക്കൻ ആയാലും ബീഫായാലും നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓഫ് ചെയ്താൽ അതിൻ്റെ ആ ചൂടും കഴിഞ്ഞു, ആ കനലും ഇല്ല. അടുപ്പിലാവുമ്പോൾ ആ ചൂടും നിൽക്കും, അതുപോലെ തന്നെ കനലുമ്മ വേവണ ഒരു രുചി വേറെയാണ്. അതുപോലെ തന്നെ മൺചട്ടിയൊക്കെ വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് തന്നെയാണ്. ഗ്യാസ് വയ്ക്കണ പോലെ കുറവല്ല, കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ ഈ ഒരു അടുപ്പിൽ ഉരുളിയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അധികം നമുക്ക് വെക്കാനും പറ്റും. പുകയില്ലാത്ത അടുപ്പിൻ്റെ ആ ഒരു ചെറിയൊരു വട്ടത്തില കരി ഉണ്ടാവുള്ളൂ, ഒരു സൈഡില ഒന്നും കരി ഉണ്ടാവില്ല നമ്മുടെ പാത്രത്തിൻ്റെ. അത് വലിയൊരു അഡ്വാൻറ്റേജ് ഈ അടുപ്പിനുള്ളത്. അപ്പോൾ കരി നിറഞ്ഞിട്ടിരിക്കൊന്നുമില്ല, കരി ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് വെക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ചെറിയൊരു സ്പോട്ടില്ല കരി ഉണ്ടാവുള്ളൂ, അത് പെട്ടെന്ന് തന്നെ നമുക്ക് പോവുകയും ചെയ്യും. ന്യൂസ് പേപ്പർ കത്തിക്കണത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു ഉണങ്ങിയ ചിരട്ടി ഉണ്ടാവില്ല, ചിരട്ട ഒന്ന് കത്തിച്ച് അടുപ്പിലിട്ടാലും പെട്ടെന്ന് തന്നെ കത്തിപ്പിടിച്ചോളും. ചിരട്ട എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല, അത് നമുക്ക് നല്ല ഉണങ്ങിയ ചട്ടി ചെയ്യാൻ മതി, അത് നിന്നിങ്ങനെ കത്തിയോളും. അതോടുകൂടി നമ്മൾ വിറക് വെച്ചാൽ മതി, അടുപ്പ് നല്ല ഓക്കെ ആയിക്കോളും. അങ്ങനെ നമ്മൾ അടുപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. പിന്നെ അടുപ്പ് തീ കത്തുമ്പോൾ 3 ഹോൾസും, അതായത് ഒരു അടുപ്പ് കത്തിക്കുമ്പോൾ മറ്റ് 2 ഹോൾസ് ഓപ്പൺ ആയിട്ടിരിക്കാൻ പാടില്ല. ഈ ഒരു അടുപ്പിന് കത്തണേന്ന് വെച്ചാൽ ഇവിടെയും ഹോൾസ് അടഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഇതും അടഞ്ഞിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിലത്തെ പുക ഈ 2 ഹോൾസിൽ കൂടെ പുറത്തു പോകും. അപ്പം ഇവിടെ കത്തിക്കാൻ വെച്ചാൽ ഇവിടെ 2, അപ്പം ഫുൾ ടൈം ഹോൾസ് അടഞ്ഞിട്ടിരിക്കണം. അപ്പം തീരെ പുക അകത്തേക്ക് വരില്ല. പിന്നെയുള്ളത് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ലിഡ് കൊണ്ട് മൂടിയും വെക്കണം. ആ 2 സെക്കൻഡ് ആയാലും ആ പുക പുറത്തേക്ക് തള്ളും. തീ കെട്ടാലും ആ പുകഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അതൊക്കെയാണ് നമ്മൾ ഈ അടുപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.